നമസ്കാരം ചങ്ങായിമാരെ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് മീ ബിഫോർ യു എന്ന സിനിമയുടെ കഥ വീണ്ടും ആരംഭിക്കാം അല്ലേ? പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ട് അതിനുശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു ദിവസം വില്ലിൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് നമ്മുടെ ലൂയിസ കേൾക്കാനിടയായി. വില്ലിൻ്റെ ദയാവധത്തെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. ഇനി ഒരിക്കലും വില്ലിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. കൂടാതെ അവന് ഒരുപാട് അസുഖങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം ജീവിക്കാൻ വില്ലിന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അവൻ തന്നെയാണ് ദയാവധത്തിനുള്ള അനുമതി ഡോക്ടറോട് തേടിയത്. ചില രാജ്യങ്ങളിൽ ദയാവധം ലീഗലാണ്. അത് കേട്ടതും ലൂയിസ ആകെ ഞെട്ടിത്തരിച്ചുപോയി. 6 മാസത്തിനുള്ളിൽ അവന്റെ ദയാവധം നടപ്പാക്കുമെന്നറിഞ്ഞ ലൂയിസ ആകെ തകർന്നുപോയി. വളരെയധികം വിഷമിച്ച് അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അവളുടെ സഹോദരിയോട് ഈ കാര്യങ്ങൾ പറയുന്നു. എനിക്കിനി ആ വീട്ടിൽ ജോലിക്ക് പോകാൻ വയ്യ. വെറും 6 മാസമാണ് വില്ല് ഇനി ജീവിച്ചിരിക്കുക. എങ്ങനെയാണ് ഒരാളുടെ മരണം അറിഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കുന്നത്? അപ്പോൾ അവളുടെ സിസ്റ്റർ പറയും, ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്. പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരരുത്. ഒരുപക്ഷെ നിന്റെ പെരുമാറ്റം കൊണ്ടും നിന്റെ കെയർ കൊണ്ടും അവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നിനക്ക് സാധിക്കും. അതിന് നീ ശ്രമിക്കുക. അതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. നിനക്ക് മാത്രമേ ഇപ്പോൾ ഒരുപക്ഷെ അതിന് സാധിക്കുകയുള്ളൂ. അത് ശരിയാണെന്ന് നമ്മുടെ ലൂയിസക്കും തോന്നി. ഞാൻ തീർച്ചയായും അവന്റെ മനസ്സ് മാറ്റിയെടുക്കുമെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൾ ലൈബ്രറിയിൽ പോയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു. ഇന്റർനെറ്റിലും ഇതുപോലെ കാലുവയ്യാത്ത ആൾക്കാർ എങ്ങനെയാണ് ലൈഫിൽ അച്ചീവ് ചെയ്തത് എന്ന് പഠിക്കുന്നു. വില്ലിനെ പുറത്തു കൊണ്ടുപോകണം, ഒരുപാട് പരിപാടികൾ കാണിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള ഓരോ പ്ലാനുകൾ അവൾ തയ്യാറാക്കുന്നു. അതിനുശേഷം വില്ലിന്റെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവർ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ലൂയിസയുടെ ആദ്യത്തെ പ്ലാൻ വില്ലിനെ ഒരു ഹോഴ്സ് റേസിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ അവൾ വില്ലിനെയും കൂട്ടിയിട്ട് ഹോഴ്സ് റേസിന് പോകുന്നു. അവിടെ വെച്ച് അവൾ വില്ലിനോട് പറയുന്നു, നോക്ക്, ആ 3-ാം നമ്പർ കുതിരയിലെ അതിന്റെ മുകളിൽ ഞാൻ ബെറ്റ് കെട്ടിയിട്ടുണ്ട്, അതാണ് ജയിക്കാൻ പോകുന്നത്, നീ കണ്ടോ എന്ന് പറയുന്നു. അപ്പോൾ വില്ല് പറയും, ഒരിക്കലും ഇല്ല, അതൊരു കോമഡി പീസാണ്. പുള്ളിക്കാരൻ ഒരുമാതിരി അലമ്പായിട്ടായിരിക്കും കുതിര ഓടിക്കാൻ പോകുന്നത്, നീ നോക്കിക്കോ, എന്തായാലും 3-ാം നമ്പർ കുതിര ജയിക്കില്ല. അപ്പോൾ ലൂസി പറയും, നമുക്ക് കാണാം, ബെറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. വില്ല് പറഞ്ഞതുപോലെ ആ 3-ാം നമ്പർ കുതിര ഒരുമാതിരി കൂതറ ഓട്ടായിരുന്നു നടത്തിയത്. അത് കണ്ട് വില്ല് ചിരിക്കുകയും നമ്മുടെ ലൂയിസക്ക് നിരാശയാവുകയും ചെയ്തു. കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് അവളുടെ മുഖത്ത്. അതിനുശേഷം ഒരു മ്യൂസിക്കൽ ഇവന്റിന് പോകാൻ വേണ്ടിയിട്ട് ലൂയിസ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വില്ലിന് കൊടുക്കുന്നു. വില്ലും ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ലൂയിസിയ ഒരു റെഡ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. കാണാൻ എന്തൊരു ലുക്കാണ്, എൻ്റെ പൊന്നും സാറേ, മറ്റൊന്നും കാണൂല എന്ന് നിവിൻ പോളി പറഞ്ഞതുപോലെ വില്ല് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ മ്യൂസിക്കൽ ഇവന്റിന് പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ വില്ലിന്റെ കഴുത്തിന് പിറകിൽ എന്തോ തട്ടുന്നതായിട്ട് അവന് തോന്നുന്നു. ലൂസിയ ചെക്ക് ചെയ്തപ്പോൾ അതൊരു ടാഗാണ്. അവൾ കത്രികയില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് വായ കൊണ്ട് തന്നെ കടിച്ച് കളയുന്നു. അപ്പോൾ നമ്മുടെ വില്ല് മനസ്സ് ചിന്തിക്കും, ഭാഗ്യം തന്നെ കോളറിലായത്, വല്ല പാൻറ്റിലും ആയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ അയ്യോ എന്ന് ചിന്തിച്ചിട്ട് വില്ലും ലൂയിസയും ആ പ്രോഗ്രാം കാണുന്നു. അടുത്ത ദിവസം വില്ലിനെയും കൂട്ടിയിട്ട് അവൾ പിക്നിക്കിന് പോകുന്നു. അവിടെ വെച്ച് അവൾ വില്ലിനോടൊരു കാര്യം പറയുന്നു, അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് അവിടെ ഒന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാവും. അപ്പോൾ വില്ല് പറയും, ഞാനങ്ങനെ ആരുടെയും വീട്ടിലേക്കൊന്നും പോകാറില്ല, പ്രത്യേകിച്ച് അപരിചിതരായവരോട് സംസാരിക്കാറ് കൂടിയില്ല, പക്ഷെ നീ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ വില്ല് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. വില്ലിനെ കണ്ടപ്പോൾ അവളുടെ വീട്ടിലെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ലൂയിസയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ലൂയിസ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് കൊടുത്തു തുടങ്ങി. അപ്പോൾ വില്ല് പറഞ്ഞു, ലൂയിസ, എൻ്റെ കയ്യിലുമുണ്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ടൈ സമ്മാനമായി നൽകുന്നു. ലൂയിസയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ആ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. വിൽ ലൂയിസയുടെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും നോക്കുന്നു. അവരൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട്, പക്ഷേ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇതൊക്കെ കണ്ട് വില്ല് ഇങ്ങനെ സന്തോഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ലൂയിസയുടെ അച്ഛന് ഒരു ജോലി കിട്ടുന്നു. അവൾക്കും ആ വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര സന്തോഷം. ലൂയിസയ്ക്ക് മനസ്സിലാവും വില്ലാണ് ഇതിന് പിറകിലെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് വീണ്ടും വില്ലിനോടുള്ള ഇഷ്ടം ഒരുപാട് വർദ്ധിക്കുന്നു. അടുത്ത ദിവസം വില്ലിനെ എവിടെ കൂട്ടിയിട്ട് പോകണമെന്ന് ലൂയിസ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ നമ്മുടെ വില്ല് പറയും, ഇന്ന് ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എവിടെയാണെന്നറിയോ? വില്ലിൻ്റെ കാമുകിയിലെ അവളുടെ കല്യാണത്തിന്. ആ കല്യാണം നടക്കുന്ന സമയത്ത് അത് കണ്ട് വില്ലിന് ഒരുപാട് വിഷമമാകുന്നു. വില്ല് വിഷമിക്കുന്നത് കണ്ട ലൂയിസയ്ക്കും വിഷമം വരുന്നു. ആ ഫംഗ്ഷനിൽ എല്ലാവരും ജോഡിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ലിനും അതുപോലെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവന് അതിന് സാധിക്കില്ലല്ലോ. അപ്പോൾ ലൂയിസ വന്നിട്ട് അവനോട് ചോദിക്കും, എന്ത് പറ്റി വില്ല് ഒരുമാതിരി വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, എനിക്കും അതുപോലെ ഡാൻസ് കളിക്കണം എന്നിട്ട്. അതിനെന്താ, വാ നമുക്ക് കളിക്കാം എന്ന് പറയുന്നു. എന്താ ലൂയിസ, നീ എന്നെ കളിയാക്കിയാണോ? ഞാൻ വീൽ ചെയറിലല്ലേ, എനിക്ക് എങ്ങനെ എഴുന്നേറ്റ് ഡാൻസ് കളിക്കാനാവും എന്ന് വില്ല് വിഷമത്തോടെ ചോദിക്കുന്നു. നീ എഴുന്നേക്കൊന്നും വേണ്ട വിൽ എന്നും പറഞ്ഞിട്ട് ലൂയിസ
പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ മടിയിലേക്ക് സാവധാനത്തിൽ ഇരിക്കുന്നു. അതിനുശേഷം വിൽ ആ വീൽ ചെയർ പതിയെ ഓടിച്ചു തുടങ്ങുന്നു. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. അവരിരുവരും സന്തോഷത്തിൽ മതിമറന്ന് ആസ്വദിക്കുന്നു. അപ്പോൾ വിൽ ലൂയിസയോട് ഒരു കാര്യം പറയും. ലൂയിസ, നീ വളരെ സുന്ദരിയാണ്. നിന്റെ വസ്ത്രം, നിന്റെ വായാടിത്തരം, അതിൽ നിന്ന് പുറത്തു വരുന്ന മണ്ടത്തരങ്ങൾ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ലൂയിസയും പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എവിടത്തേക്കെങ്കിലും പോകാമെന്നും പറഞ്ഞിട്ട് ആ കല്യാണ ഫംഗ്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് അവർ വീൽ ചെയറിൽ തന്നെ മുന്നോട്ടേക്ക് വേഗത്തിൽ ഓടിച്ചു പോകുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു വില്ല്, എനിക്ക് പേടിയാവുന്നു എന്ന് എലൈസ വിളിച്ചു പറയുന്നു. അപ്പോൾ വില്ല് പറയും, അതൊന്നും പറ്റില്ല, എനിക്ക് സ്പീഡൊന്നും കുറക്കാൻ പറ്റില്ല, നമ്മൾ ഇത്രയും സ്പീഡിൽ തന്നെ മുന്നോട്ടേക്ക് പോകും. അങ്ങനെ അവരിരുവരും വളരെ സന്തോഷിക്കുന്നു. അതിനുശേഷം അവർ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ വില്ലിൻ്റെ അമ്മ വില്ലിനെ കാണുന്നു. അവൻ്റെ മുഖത്ത് ഒരു തേജസ് ഉണ്ട്, വളരെ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. കാരണം വില്ലിനെ ഈ രീതിയിൽ കണ്ടിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് തന്നെ ആ അമ്മ ലൂയിസയോട് നന്ദി പറയുന്നു. ലൂയിസയ്ക്കും വളരെ സന്തോഷമാവുന്നു. അടുത്ത ദിവസം ലൂയിസ വില്ലിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നില്ല. അവൾക്ക് ഒരു മെസ്സേജ് വരുന്നു. വില്ലിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായെന്നും അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നുമായിരുന്നു ആ മെസ്സേജ്. അവൾ വളരെ പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിപ്പോയി. നേതനോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. വില്ലിൻ്റെ ലങ്സ് വളരെ വീക്കാണ്, അതിൽ ഇൻഫെക്ഷൻ ആയിട്ട് കണ്ടീഷൻ കൂടുതൽ മോശമായതാണെന്നും അവൻ പറയുന്നു. കൂടുതൽ ഭയപ്പെടാനൊന്നുമില്ല, ജീവന് അപായമില്ല എന്നും നേതൻ പറയുന്നു. ലൂയിസ മുറിയിലേക്ക് ചെന്ന് വില്ലിനെ കാണുന്നു. എന്നിട്ട് അവൻ്റെ കൈയും പിടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. അതിനുശേഷം ലൂയിസ നേതനോട് ചോദിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് വില്ല് ദയാവധത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ നേതൻ പറയും, വില്ലിനുള്ളത് സാധാരണ അസുഖമല്ല, ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറം വേദന അവൻ സഹിക്കുന്നുണ്ട്. അപ്പോൾ ലൂയിസ പറയും, ഇല്ല, എൻ്റെ മുന്നിൽ ഇതുവരെ അവൻ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവനെ കാണുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് എനിക്കും മനസ്സിലാവാത്തത്, വേദനയില്ലാത്ത രീതിയിൽ അവൻ നിൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, നിൻ്റെ മുന്നിൽ മാത്രമാണ് അവൻ ഒന്ന് ചിരിച്ചു കാണുന്നത് എന്ന് നേതൻ പറയും. ഒരുപക്ഷെ ഇനി നിനക്ക് മാത്രമായിരിക്കാം അവൻ്റെ മനസ്സ് മാറ്റാൻ സാധിക്കുക. ഈ ദയാവധത്തിൽ നിന്നും അവനോട് പിന്മാറാൻ നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അപ്പോൾ ലൂയിസ പറയും, തീർച്ചയായും ഞാൻ അവനെ ഈ ദയാവധത്തിൽ നിന്നും പിന്മാറ്റും. എന്നിട്ട് അവൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് ഒരു ഐലൻഡിലേക്ക് പോകുന്നു. അവിടെ വില്ലും ലൂയിസയും എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. രാത്രി ലൂയിസ വില്ലിനോട് പറയും, നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാമെന്ന്. എന്താ ചെയ്യാൻ പോകുന്നത്, വേഗം ചെയ്യുമെന്ന് വില്ലും പറയും. അപ്പോൾ ലൂയിസ വെറും വട്ടത്തിയെ പോലെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. അത് കണ്ട് വില്ല് ചിരിച്ചിട്ട് പറയും, ലൂയിസ നിർത്ത്, എന്നെ കൊണ്ട് വയ്യ, നീ നിർത്ത്, ഇങ്ങനെ എന്നെ ചിരിപ്പിക്കല്ലേ. അങ്ങനെ ലൂയിസ ഡാൻസ് നിർത്തി വില്ലിൻ്റെ അടുത്തേക്ക് വരുന്നു. ആ സമയം വില്ല് ലൂയിസയോട് പറയും, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, എനിക്കറിയാം നീ എന്താണ് പറയാൻ പോകുന്നതെന്ന്. നിന്റെ ദയാവധത്തിൻ്റെ കാര്യമല്ലേ, കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്കതറിയാം. പക്ഷേ ദയവ് ചെയ്ത് നീ എനിക്ക് വേണ്ടി ആ തീരുമാനം മാറ്റണം. എന്നോടൊപ്പം ഇതുപോലെ തന്നെ ജീവിക്ക്, ഞാനുണ്ടാവും, ഞാൻ നോക്കിക്കോളാം നിന്നെ എന്ന് ലൂയിസ പറയുന്നു. എന്നെക്കൊണ്ട് പറ്റില്ല ലൂയിസ, നീ തന്നെ നോക്ക്, ഞാൻ എത്രമാത്രം സന്തോഷമായിരുന്നു എന്നറിയുമോ. ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ കാമുകി എന്നെ വിട്ടുപോയി. ഞാൻ ഈ വീൽ ചെയറിലുമായി. ഇനി ഒരിക്കലും എനിക്ക് നടക്കാനും സാധിക്കില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയുണ്ട്. ഞാൻ നിൻ്റെ മുന്നിൽ മാത്രമാണ് ആ വേദന പുറത്ത് കാണിക്കാത്തത്. എനിക്കറിയാം ഞാൻ നിൻ്റെ കൂടെ ജീവിച്ചാൽ നീ എന്നെ നോക്കിക്കോളുമെന്ന്, നന്നായിട്ട് നോക്കുമെന്ന്. പക്ഷേ ഞാൻ നിനക്ക് ഒരു ഭാരമായിരിക്കും, അത് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ലൂയിസ പറയും, ഇല്ല, ഒരിക്കലുമില്ല, നീ എനിക്കൊരു ഭാരമേ അല്ല, ഞാൻ നോക്കിക്കോളാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നീയും ഞാനും ഒന്നായിട്ടിരിക്കുന്നതാണ് എന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോൾ പോലും എനിക്ക് വേദന അടക്കാനാവുന്നില്ല. ഞാൻ കഷ്ടപ്പെടുന്നത് നീ കാണരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വേദന സഹിക്കുന്നത്. എന്നെക്കൊണ്ട് ഇനിയും പറ്റില്ല. ഞാൻ മരിക്കുക എന്നല്ലാതെ മറ്റൊരു പ്രതിവിധി അതിനില്ല ലൂയിസ എന്ന് വില്ല് പറയും. വിൽ, നീ എന്നോട് നന്നായി സംസാരിച്ചു, നമ്മൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ചത് നിന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുത്തു എന്നാണ്. പക്ഷെ നീ ഇപ്പോഴും മരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് തന്നെയാണ് നിനക്ക് വേണ്ടത്. പിന്നെ ഞാൻ എന്തിനാണ് ഈ ജോലിക്ക് വന്നത്? ഞാൻ എന്തിനാണ് നിന്നെ കാണാൻ വരുന്നത്? ഞാൻ ഇത്രയും കെഞ്ചി പറഞ്ഞിട്ടും നീ അതൊന്നും ചെവിക്കൊള്ളുന്നില്ലല്ലോ. നിന്നെ കണ്ടതിലും നിന്നോട് അടുത്ത് ഇടപഴകിയതിലും ഞാനിപ്പോൾ വിഷമിക്കുന്നു എന്നും പറഞ്ഞിട്ട് ലൂയിസ അവിടെ നിന്നും പോകുന്നു. ലൂയിസ നിൽക്ക്, ലൂയിസ പോവല്ലേ, ലൂയിസ. പക്ഷേ വില്ലിൻ്റെ ഒരു വാക്കുകളും ചെവിക്കൊള്ളാതെ അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ അവരെല്ലാവരും ആ ഐലൻഡ് വിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ലൂയിസ ഈ ജോലി വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വില്ലിൻ്റെ അമ്മ, ലൂയിസ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല അമ്മ, ഇത്രയും കാലം ഞാൻ ശ്രമിച്ചു, പക്ഷേ വില്ലിൻ്റെ മനസ്സ് മാറിയിട്ടില്ല. എനിക്ക് ഇതിൽ കൂടുതൽ വിഷമിക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. വില്ലിൻ്റെ അമ്മയും ഒരുപാട് വിഷമിക്കുന്നു. ലൂയിസ വീട്ടിലേക്ക് എത്തിയപ്പോൾ ലൂയിസയുടെ സിസ്റ്റർ ചോദിക്കുന്നു, വില്ല് മനസ്സ് മാറ്റിയോ? വളരെ വിഷമത്തോടെ ലൂയിസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അവളുടെ സിസ്റ്റർ ഓടി വന്ന് അവളെ ഹഗ് ചെയ്ത്
സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം വില്ലും വില്ലിൻ്റെ ഫാമിലിയും സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. അവിടെയാണ് ദയാവധം നടപ്പിലാക്കുന്നത്. ലൂയിസയ്ക്കാണെങ്കിൽ ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. അവൾ പൂർണ്ണമായും വില്ലിൻ്റെ ഓർമ്മയിൽ തന്നെ കഴിയുകയാണ്. വില്ലിനെ കാണണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അവൻ്റെ മനസ്സ് എന്നെക്കൊണ്ട് മാറ്റാൻ സാധിച്ചില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അവൻ്റെ അവസാന നിമിഷങ്ങളിൽ എനിക്ക് അവൻ്റെ കൂടെ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ട് അവളും സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് ലൂയിസ വീണ്ടും വില്ലിനെ കാണുന്നു. ഹേയ് വായാടി, നീ വന്നോ എന്ന് വില്ല് ചോദിക്കുന്നു. ഞാൻ വായാടിയൊന്നുമല്ല, നിന്നെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ വന്നതെന്ന് ലൂയിസയും തിരിച്ചു പറയുന്നു. എന്നിട്ട് അവൾ പതുക്കെ വില്ലിൻ്റെ അടുത്തേക്ക് വന്ന് വില്ലിൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുന്നു, അവൻ്റെ ഹാർട്ട് ബീറ്റും ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പോൾ വില്ല് പറയും, ഏയ് ലൂയിസ, എന്നെ ഒന്ന് നോക്ക്, എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. ലൂയിസ പക്ഷേ എന്ത് ചെയ്തിട്ടും കണ്ണുയർത്തി നോക്കുന്നുണ്ടായിരുന്നില്ല. അവൻ പറയും, ഈ അവസാന നിമിഷമെങ്കിലും എന്നെ ഒന്ന് നോക്കൂ ലൂയിസ എന്ന്. അപ്പോൾ ലൂയിസ അവൻ്റെ കണ്ണിലേക്ക് നോക്കും. അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ മരണമടയും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ലൂയിസ പാരീസിലാണുള്ളത്. അവളുടെ കയ്യിൽ ഒരു ലെറ്ററുണ്ട്. വില്ല് മരണത്തിനു മുമ്പ് എഴുതിയതാണത്. ലൂയിസ, നീ പാരീസിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അവിടെ ഞാൻ ഇഷ്ടപ്പെട്ടതെല്ലാം നീയും ചെയ്യണം. നീ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ലോയർ അവിടെ ഉണ്ടാവും. അയാൾ നിന്റെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നൽകും. നിനക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള എല്ലാ പണവും ആ അക്കൗണ്ടിലുണ്ടാവും. ഇനി നീ വേറെ എവിടെയും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട ഫാഷനിങ്ങിലേക്ക് തന്നെ നീ പോവുക. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ലൂയിസ, നീ ആദ്യ ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ നിന്റെ സ്കേർട്ട് കീറിയിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ കോമഡിയായിരുന്നു. പക്ഷെ നിന്നോട് ഞാൻ ശരിക്കും സംസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ നീ ദിവസവും ഓരോരോ വേഷമിട്ട് അങ്ങോട്ടേക്ക് വന്നു. അതൊക്കെ കണ്ട് എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷെ നിന്റെ മുന്നിൽ ഞാൻ ഗൗരവത്തോടെ ഇരിക്കുകയായിരുന്നു. അവസാനമായി എനിക്ക് നിന്നോട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നീ എന്ത് ചെയ്യണം. മറ്റൊന്ന്, നീ എന്ത് ചെയ്യരുത്. നീ ചെയ്യാതിരിക്കേണ്ടത്, നിന്റെ ആ വായാടിത്തരം നിറഞ്ഞ വായ വെച്ച് ഒരിക്കലും സംസാരിക്കരുത്. നീ സംസാരിച്ച കേൾക്കുന്നയാളുടെ ചെവിയിൽ നിന്ന് ചോര വരെ വന്നു പോകും. അതുകൊണ്ട് സംസാരിച്ച് ആരെയും കൊല്ലരുത്. പിന്നെ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ജീവിതം നിനക്ക് ഇഷ്ടപ്പെട്ട മാതിരി ജീവിക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയും നിന്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കരുത്. ബി ഹാപ്പി ഫോർ എവർ. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്ക്. ഇതൊന്നുമല്ലാതെ ഐ എം സോറി ലൂയിസ, നീ അന്ന് അത്രയും കെഞ്ചിയിട്ടും ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയില്ല. നീ അന്ന് എൻ്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞിട്ടും ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയില്ല. എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന്. പക്ഷേ എനിക്കതല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല ലൂയിസ. നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. അവസാനമായി ഒന്നുകൂടെ, ഐ ലവ് യു ലൂയിസ. അപ്പോൾ അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും കാണാം. അതുവരെ